പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, നമുക്കറിയാം, നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ മുഖമൊക്കെ നല്ല ഭംഗിയായിട്ട് നല്ല സുന്ദരമായിട്ട് വെച്ചിരിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഒരു വലിയ സ്വപ്നമാണ്. നന്നായിട്ട് നല്ല ഭംഗിയായിട്ടിരിക്കുക എന്നുള്ളത്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് സഹായിക്കുന്ന നല്ലൊരു പാക്കാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. ഒറ്റ യൂസിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്ന നല്ലൊരു പാക്കാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും എന്തൊക്കെയാണ് അതിന് വേണ്ടുന്നതെന്നും ഒക്കെ നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ആദ്യമേ തന്നെ നമ്മൾ ക്ലെൻസിങ് ആണ് ചെയ്യുന്നത്. നമ്മൾ ക്ലെൻസ് ചെയ്യുന്നതിനായിട്ട് തൈര് നമുക്ക് എടുക്കാം. തൈര് വേണ്ടുന്നവർക്ക് തൈര് എടുക്കാം. ഇല്ലെന്നുള്ളവർക്ക് പാലിലേക്ക് കുറച്ച് 2 തുള്ളി നാരങ്ങ നീരും കൂടി ഒഴിച്ചത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ തൈരാണ് എടുക്കുന്നത്. അതിനായിട്ട് ഞാനിപ്പോൾ 1 സ്പൂണിന് വേണ്ടിയിട്ട് തൈരാണ് എടുക്കുന്നത്. നമ്മുടെ ഫേസിന് ആവശ്യമുള്ളത് എടുക്കാം. ഞാനിപ്പോൾ എൻ്റെ ഫേസിന് ആവശ്യമുള്ളതാണ് എടുത്തിട്ടുള്ളത്. 1 സ്പൂണിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ക്ലെൻസൊക്കെ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുള്ളതായിരിക്കണം. ഞാനിപ്പോൾ മുഖമൊക്കെ വാഷ് ചെയ്തതാണ്. എന്നാൽ കൂടി ഒന്നുകൂടി നമുക്കൊന്ന് തുടച്ച് കളയാം. എന്നാൽ കൂടി നനഞ്ഞൊരു തുണി ഉപയോഗിച്ച് നമുക്കൊന്നുകൂടി തുടയ്ക്കാം. ഇപ്പോൾ ഞാനൊന്ന് തുടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പൊട്ടൊക്കെ അങ്ങ് മാറ്റി. ഇനിയിപ്പോൾ അടുത്തായിട്ട് നമുക്ക് ക്ലെൻസ് ചെയ്യാം. തൈര് നമുക്ക് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും കഴുത്തിലും കൂടി ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഞാൻ മുഖവും കഴുത്തും ഒക്കെ നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് നനഞ്ഞൊരു തുണി ഉപയോഗിച്ചങ്ങ് തുടച്ച് കളയാം. നമ്മൾ ക്ലെൻസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ മുഖത്തിന് മറ്റൊരു മാറ്റമായിരിക്കും. കാരണം മുഖമൊക്കെ ഒന്നുകൂടെ ചെറിയൊരു രീതിയിൽ നന്നായിട്ടൊന്ന് ഗ്ലോ ആയി കിട്ടും. കാരണം നമ്മുടെ മുഖത്തുണ്ടാകുന്ന അഴുക്കൊക്കെ മാറി കിട്ടുന്നതാണ് ക്ലെൻസ് ചെയ്യുമ്പോൾ. അതുകൊണ്ട് തന്നെ ഒരു തെളിച്ചം നമ്മുടെ മുഖത്ത് ഉണ്ടായിരിക്കും. ഇനി അടുത്തതായിട്ട് നമ്മൾ സ്ക്രബാണ് ചെയ്യാൻ പോകുന്നത്. സ്ക്രബ് ചെയ്യുന്നതിനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇത് വലിയ തരിയുള്ള പഞ്ചസാരയൊന്നും അല്ല, ചെറിയ തരിയുള്ള പഞ്ചസാരയാണ്. പഞ്ചസാര എടുത്തു. അതിലേക്ക് നമുക്ക് കുറച്ച് അരിപ്പൊടിയാണ്. ഇത് തരിയുള്ള അരിപ്പൊടിയാണ്. തരിയുള്ള അരിപ്പൊടി, അതായത് പുട്ടിനൊക്കെ പൊടിക്കുന്ന കണക്കുള്ള അരിപ്പൊടിയാണ്. ആ അരിപ്പൊടിയും കൂടി ഒരു സ്പൂണിന് വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. ഇട്ടതിന് ശേഷം ഇത് മാങ്ങയുടെ നീരാണ്, അതായത് നാട്ടുമാങ്ങയുടെ നീരാണ്. അത് ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നു. കാരണം നമ്മുടെ ഫേസൊക്കെ നല്ല ഗ്ലോ ആവുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് നാട്ടുമാങ്ങയുടെ നീരെന്ന് പറയുന്നത്. നാട്ടുമാങ്ങയുടെ നല്ല എല്ലാ മാങ്ങയുടെയും നീര് നമുക്ക് വളരെയധികം സഹായിക്കുന്നതാണ്. നാട്ടുമാങ്ങയുടെ തന്നെ നമ്മൾ എടുക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുമാങ്ങയുടെ നീരെടുക്കാനായിട്ട് വളരെയധികം നല്ലതാണ്. നാട്ടുമാങ്ങയെന്ന് പറയുന്നത് നമ്മൾ മാമ്പഴപ്പുളിശ്ശേരിയൊക്കെ വയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന മാങ്ങ. അപ്പോൾ ഇതിലെല്ലാം കൂടി ഞാൻ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് തന്നെ നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്തൊന്ന് സ്ക്രബ് ചെയ്യണം. സ്ക്രബ് ചെയ്യുന്ന സമയത്ത് കണ്ണിൻ്റെ സൈഡിലൊന്നും സ്ക്രബ് ചെയ്യരുത്. അത് നമുക്ക് നല്ല രീതിയിലൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. മൂക്കിൻ്റെ ഈ സൈഡിലൊക്കെ വേണം നമ്മൾ നന്നായിട്ട് സ്ക്രബ് ചെയ്യാനായിട്ട്, ഈ സൈഡിലൊക്കെ. കാരണം അവിടെയൊക്കെയാണ് നമുക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉണ്ടാകുന്നത്. കാരണം ഈ മാമ്പഴത്തിൻ്റെ നീരെന്ന് പറയുന്നത് വളരെയധികം നല്ലതാണ്. നമ്മുടെ മുഖമൊക്കെ നല്ല ഗ്ലോ ആവുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് മാമ്പഴത്തിൻ്റെ നീര്. ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് സ്ക്രബൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ ഇതുപോലെ റൗണ്ടിലായിട്ട് സ്ക്രബ് ചെയ്യുക. കാരണം അപ്പോഴാണ് നല്ലൊരു മാറ്റം നമുക്കുണ്ടാകുന്നത്. കാരണം നമുക്ക് മുഖക്കുരുവൊക്കെ വന്ന പാടുകളോ അങ്ങനെ ചെറിയ കുരുക്കളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മുഖത്തൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതിന് ഇങ്ങനെ റൗണ്ടായിട്ട് നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ അത് വളരെയധികം സഹായിക്കും. അതുപോലെ തന്നെ മൂക്കിൻ്റെ ഈ സൈഡിലൊക്കെ ചെയ്യുമ്പോൾ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മാറി കിട്ടുന്നതിനൊക്കെ കാരണമാകും. അതുപോലെ ഈ സൈഡിലൊക്കെ ഉണ്ടാകുന്ന കാരയൊക്കെ വരുമ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ കാരയൊക്കെ മാറുന്നതിന് വളരെയധികം നല്ലതാണ്. അപ്പോൾ ഞാനിപ്പോൾ സ്ക്രബ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കങ്ങ് തുടച്ച് കളയാം. അല്ല, നമ്മൾ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ക്ലെൻസിങ്ങും കഴിഞ്ഞ് സ്ക്രബിങ്ങും കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നല്ലൊരു റിസൾട്ട് ഉണ്ട്. കണ്ടോ,
നല്ലൊരു റിസൾട്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ പോവുകയും ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ആയി പോവുകയൊക്കെ ചെയ്യുമ്പോൾ മുഖമൊക്കെ കാണാൻ നല്ല ഭംഗിയായി കിട്ടും. അപ്പോൾ നല്ലൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് മുഖമൊക്കെ. നമ്മുടെ ഹാർഡായിട്ടിരിക്കുന്ന മുഖമൊക്കെ, ഹാർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു മാതിരി ഇരിക്കുന്ന മുഖമൊക്കെ നല്ല സോഫ്റ്റ് ആവും. ഇവിടെയൊക്കെ നമുക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉള്ളവർക്ക് ഇവിടെയൊക്കെ തൊട്ട് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. കാരണം ഒട്ടും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒന്നും ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാലായിട്ട് കാണത്തില്ല. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പും കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് മസാജിങ് ആണ്. മസാജിങ് ചെയ്യുന്നതിന് നമുക്ക് തേൻ വേണമെന്നുണ്ടെങ്കിൽ തേൻ എടുക്കാം. ഞാനിപ്പോൾ ഗ്ലിസറിനാണ് എടുക്കുന്നത്. 2 തുള്ളി ഗ്ലിസറിൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 തുള്ളി റോസ് വാട്ടറും കൂടി എടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഫേസിലെല്ലാം നന്നായിട്ട് തേച്ച് ഒന്ന് മസാജ് ചെയ്യുക. നമ്മൾ ഈ മസാജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല ബ്ലഡ് സർക്കുലേഷനൊക്കെ ഉണ്ടാവുകയും അതുവഴി നമുക്ക് നമ്മുടെ ഫേസൊക്കെ നല്ല ഗ്ലോ ആവുകയൊക്കെ ചെയ്യും. അതിനാണ് നമ്മൾ മസാജിങ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും നല്ലത് ഈ ഗ്ലിസറിൻ ഏറ്റവും നല്ലതാണ്. കാരണം ഗ്ലിസറിൻ തന്നെ നമ്മൾ ഫേസിൽ ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാലും വളരെയധികം നല്ലതാണ്. പിന്നെ എന്തായാലും ഗ്ലിസറിൻ ഉപയോഗിക്കുമ്പോൾ ഒന്ന് ഡൈല്യൂട്ട് ചെയ്ത് ഉപയോഗിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. അതിന് വേണ്ടിയിട്ട് നമുക്ക് റോസ് വാട്ടർ ഉപയോഗിക്കാവുന്നതാണ്. റോസ് വാട്ടറും ഗ്ലിസറിനും നല്ലൊരു ഫേസൊക്കെ നല്ല ഗ്ലോ ആവുന്നതിന് സഹായിക്കുന്ന നല്ലൊരു 2 ഐറ്റംസാണ്. ഇപ്പം ഞാൻ ഒന്ന് മസാജിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് തുടച്ച് കളയണമെന്നില്ല. തുടച്ച് കളയണോ എന്നുള്ളവർക്ക് തുടച്ച് കളയാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ ഇനി ഉപയോഗിക്കാൻ പോകുന്നത് പാക്കാണ്. പാക്ക് ഉപയോഗിക്കുന്നതിനായിട്ട് ഞാനിപ്പോൾ ഇതേപോലെ ഈ പാത്രം എടുത്തിട്ടുണ്ട്. ഈ പാത്രത്തിലേക്ക് 1/2 സ്പൂണിന് വേണ്ടി കടലമാവാണ് ഇട്ട് കൊടുക്കുന്നത്. കടലമാവ് നമുക്കറിയാം നല്ല ഫേസെല്ലാം നല്ല ഗ്ലോ ആവുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ മസൂർ ദാലിൻ്റെ പൊടിയാണ്. മസൂർ ദാലിൻ്റെ പൊടിയും ഏകദേശം 1/2 സ്പൂണിന് വേണ്ടിയിട്ട്, ഈ ചെറിയ സ്പൂണാണ്, 1/2 സ്പൂണിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ നമ്മുടെ ഫേസിന് ആവശ്യമുള്ളത് എടുക്കാം. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് വേണം നമ്മൾ എടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഈ ചെറിയ സ്പൂണിന് 1/2 സ്പൂൺ ഇതേ എടുത്തിട്ടുള്ളൂ. കാരണം അത്രയും മതി എനിക്ക്. ഇത് രണ്ടും കൂടി ആകുമ്പോൾ തന്നെ 1 സ്പൂൺ ആയിട്ടുണ്ട്. അപ്പോൾ 1/2 സ്പൂൺ മസൂർ ദാലും 1/2 സ്പൂൺ കടലമാവും എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് കുറച്ച് തൈരാണ് എടുക്കുന്നത്. ഒരു 1/4 സ്പൂണിന് വേണ്ടിയിട്ട് തൈരും കൂടി എടുത്തു ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മളിത് മിക്സ് ചെയ്യുന്നതിന് മാമ്പഴത്തിൻ്റെ ചാറാണ് എടുക്കുന്നത്. മാമ്പഴത്തിൻ്റെ ചാറ് തന്നെ എടുക്കണം. കാരണം ഈ പാക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻസ് ഇത് തന്നെയാണ്. നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ എടുക്കുന്ന ചാറാണിത്. കാരണം നാട്ടുമാങ്ങയാകുമ്പോൾ നമ്മൾ നന്നായിട്ട് കൈകൊണ്ട് തന്നെ പിഴിയുമ്പോൾ തന്നെ നല്ല ഈ നീരിങ്ങനെ വരും. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഒന്നും ഇല്ലാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. നമ്മൾ വെള്ളമൊന്നും ഇതിൽ ചേർത്ത് ഇത് മിക്സ് ആക്കരുത്. മാമ്പഴത്തിൻ്റെ നീര് തന്നെ എടുക്കണം. കാരണം എന്നാലേ നമ്മൾ ഇതിൽ ഏതെങ്കിലും ഐറ്റംസൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന അതേ റിസൾട്ട് തന്നെ നമുക്ക് കിട്ടത്തില്ല. ഇപ്പം ഞാൻ മുഖത്തെല്ലാം ഇതൊന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് നല്ല രീതിയിൽ നല്ല ഒരുവിധം കട്ടിക്കൊക്കെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു 15 മിനിറ്റ് നേരമൊക്കെ ആകുമ്പോഴേക്കും ഇത് നന്നായിട്ട് ഡ്രൈ ആവും. 15 മിനിറ്റ് നേരം കഴിഞ്ഞതിന് ശേഷം നമുക്ക് വാഷ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 15 മിനിറ്റ് നേരമൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ ഫേസിൽ ഈ പാക്കെല്ലാം അപ്ലൈ ചെയ്തിട്ട് ഒരുവിധം വലിച്ചിലൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒന്ന് നനച്ച് നമുക്കൊന്ന് മസാജ് ചെയ്ത് കഴുകിക്കളയണം. ഇത് നമ്മൾ മസാജ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ ഫേസെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടെന്ന്. കാരണം മാമ്പഴത്തിൻ്റെ ചാറ് വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ വളരെയധികം എഫക്റ്റാണത്. നിങ്ങളൊരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോഴറിയാം അതിൻ്റെ റിസൾട്ട്. കാരണം അത്ര നല്ല എഫക്റ്റീവായിട്ടുള്ള ഒന്നാണിത്.
ഇപ്പോൾ നന്നായിട്ടൊക്കെ ഒന്ന് മസാജ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ തുടച്ച് മാറ്റാം. ഉണ്ടോ, നല്ലൊരു റിസൾട്ട് തന്നെയില്ലേ? ഉണ്ടോ, നല്ലൊരു റിസൾട്ട് തന്നെയാണ്. വളരെ എഫക്റ്റീവായിട്ടുള്ളതാണ്. കാരണം പെട്ടെന്ന് തന്നെ, അതായത് ഒരു 20-25 മിനിറ്റ് നേരത്തെ കാര്യമേ ഉള്ളൂ നമുക്ക് ആദ്യം മുതൽ ചെയ്യുന്നത്. നമ്മൾ ക്ലെൻസിങ് മുതൽ ഈ പാക്ക് ഇട്ട് ഒരു 20 മിനിറ്റ് 15 മിനിറ്റ് നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇരുന്ന് കഴുകി കളയുമ്പോഴത്തേന് തന്നെ ഏകദേശം ഒരു 20 മിനിറ്റിന് നേരം അടുത്തൊക്കെ ആവത്തുള്ളൂ. അത്ര ആ 20 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഫേസൊക്കെ നല്ല അടിപൊളിയാക്കി എടുക്കാനായിട്ട് നമുക്ക് വളരെയധികം സഹായിക്കും. നോക്ക് എത്ര നല്ല റിസൾട്ടാണുള്ളതെന്ന് നോക്ക്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഫേസെല്ലാം നല്ലൊരു ഗ്ലോ ആയി കിട്ടും. ഉണ്ടോ, നമ്മുടെ ഫേസിലൊക്കെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പാടുകൾ വരെ മാറിക്കിട്ടുന്നതിന് വളരെയധികം സഹായിക്കുന്ന നല്ലൊരു പാക്കാണ്. അതും വളരെ എളുപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ വലിയ ചിലവൊന്നും ഉള്ളതല്ല, ചെറിയ ചെറിയ ചിലവുകൾ മാത്രമേ നമുക്ക് ഇത് ചെയ്യുന്നതിനായിട്ടായി നമുക്കുള്ളൂ. അപ്പോൾ ഫേസെല്ലാം നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. അല്ലേ, ഇപ്പോൾ കണ്ടോ, നല്ലൊരു റിസൾട്ടല്ലേ ഉള്ളത്. ഇനിയിപ്പോൾ നമുക്ക് വളരെ എളുപ്പം തന്നെ ചെയ്യാൻ പറ്റുന്ന ഈ പാക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇത്രയും നമ്മൾ ഇതുപോലെ എല്ലാം നന്നായിട്ട് തുടച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏറ്റവും പ്രധാനമാണ്. ഇതൊരു കാരണവശാലും നമ്മൾ സ്കിപ്പ് ചെയ്യരുത്. ഒരു ഐസ് ക്യൂബ് എടുക്കുക. അതിനുശേഷം ഇതുപോലെ ഒരു തുണിയിലേക്ക് പൊതിഞ്ഞതിന് ശേഷം നമുക്ക് ഫേസിൽ ഇതുപോലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ഫേസിൽ നമ്മൾ ഓപ്പൺ ഹോൾസ് എല്ലാം ഓപ്പൺ ആയിട്ടിരിക്കുകയായിരിക്കും. ഈ സമയത്ത് നമ്മൾ ഈ ഐസ് വെച്ച് കഴിയുമ്പോഴേക്കും ഇതങ്ങ് നന്നായിട്ടങ്ങ് മാറിക്കിട്ടും. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഓപ്പൺ ഹോൾസിലേക്കൊക്കെ പൊടിയെല്ലാം കയറിയതിന് ശേഷം വീണ്ടും മോക്കുരും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാരമൊക്കെ ഉണ്ടാവാനായിട്ട് കാരണമാവും. ഇത് പാക്ക് ഹോം റെമഡീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ഒരു കാരണവശാലും മറന്നു പോകരുത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ബൈ ബൈ.